അങ്ങനെ 5000 വർഷത്തോളം ഇന്ത്യയിൽ വളർത്തിയെടുത്ത ഒരു ഔഷധ ചെടിയുടെ ഉടമസ്ഥത ഒരു വിദേശ രാജ്യത്തിന് കിട്ടി. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത് വെറും മോഷണമായിരുന്നില്ല, നമ്മുടെ ചരിത്രത്തെയും സംസ്കാരത്തെയും തന്നെ മായ്ച്ചു കളയുന്ന പോലെ തോന്നി. നമ്മുടെ സംസ്കാരത്തിൽ ആഴത്തിൽ ഇഴചേർന്നിരിക്കുന്ന ഒരു സുഗന്ധവ്യഞ്ജനം നമ്മുടെ ഭക്ഷണത്തിലും പ്രാർത്ഥനകളിലും നമ്മുടെ മുത്തശ്ശിയുടെ ഔഷധങ്ങളിലുമൊക്കെ ആ സുഗന്ധവ്യഞ്ജനത്തിൻ്റെ സാന്നിധ്യമുണ്ട്. ഇനി ഈ സാധനവുമായി യാതൊരു ബന്ധവുമില്ലാത്ത കുറേ പേർ ഇതിൻ്റെ ഉപയോഗം കണ്ടുപിടിച്ചത് ഞങ്ങളാണ്, അതുകൊണ്ട് ഞങ്ങൾക്കാണ് ഈ സുഗന്ധവ്യഞ്ജനത്തിൻ്റെ അവകാശമുള്ളത് എന്നും പറഞ്ഞു വന്നാൽ എങ്ങനെയിരിക്കും? ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് നൂറ്റാണ്ടുകളായി നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു സ്പൈസിൻ്റെ അവകാശം ഓസിനടിച്ചു മാറ്റാൻ ശ്രമിച്ച ചിലരുടെയും അതിനെതിരെ ശക്തമായ ഒറ്റയാൾ പോരാട്ടം നടത്തിയ ഒരു ഇന്ത്യക്കാരൻ്റെയും കഥയാണ്. സംഭവത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും പേജ് ഫോളോ ചെയ്യാനും മറക്കരുത്. ആ സുഗന്ധവ്യഞ്ജനം മറ്റൊന്നുമല്ല, നമ്മുടെ സ്വന്തം മഞ്ഞൾ ആണ്. 1995 നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത ഈ സംഭവം നടക്കുന്നത്. മിസിസിപ്പി സർവകലാശാലയുടെ പിന്തുണയോടെ 2 പ്രവാസി ഇന്ത്യൻ ശാസ്ത്രജ്ഞർ മുറിവുകൾ ഉണക്കുന്നതിനുള്ള മഞ്ഞളിൻ്റെ ഉപയോഗത്തിന് പേറ്റന്റ് നേടി. US പേറ്റന്റ് ഓഫീസ് ഇതിന് അനുമതിയും നൽകി. അങ്ങനെ 5000 വർഷത്തോളം ഇന്ത്യയിൽ വളർത്തിയെടുത്ത ഒരു ഔഷധ ചെടിയുടെ ഉടമസ്ഥത ഒരു വിദേശ രാജ്യത്തിന് കിട്ടി. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത് വെറും മോഷണമായിരുന്നില്ല, നമ്മുടെ ചരിത്രത്തെയും സംസ്കാരത്തെയും തന്നെ മായ്ച്ചു കളയുന്ന പോലെ തോന്നി. ഒന്നാമത്, ഇന്ത്യയിൽ നിന്ന് ഒരുപാട് സാധനങ്ങൾ മറ്റുള്ളവർ അടിച്ചു മാറ്റിക്കൊണ്ട് പോയിട്ടുണ്ട്. മഞ്ഞളിനും ആ ഗതി വന്നു. എന്നാൽ ഒരു മനുഷ്യൻ, ഒരു ഇന്ത്യൻ ഇതിനെതിരെ ശക്തമായി നിലകൊണ്ടു. ഡോക്ടർ രഘുനാഥ് അനന്ത് മഷേൽക്കർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. മുംബൈക്കാരനായ ഇദ്ദേഹം ഒരു ശാസ്ത്രജ്ഞൻ ആയിരുന്നു. മഞ്ഞളിൻ്റെ പേറ്റന്റിനെ പറ്റി കേട്ട ഡോക്ടർ രഘുനാഥ് ആനന്ദ് ഇന്ത്യയുടെ ശാസ്ത്രീയ ഗവേഷണ കൗൺസിലിനെ ഒരുമിച്ച് ചേർത്ത് ഇതിനെതിരെ ഫൈറ്റ് ചെയ്യുവാൻ തീരുമാനിച്ചു. മഞ്ഞൾ മറ്റാരുടെയും സ്വന്തമല്ല, അത് ഇന്ത്യയുടെ പുരാതന സ്വത്താണെന്ന് തെളിയിക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. പക്ഷെ സംഭവത്തിൻ്റെ കിടപ്പുവശം ഇങ്ങനെയായിരുന്നു. US പേറ്റന്റ് നിയമം 1995 പഴക്കമുള്ള രേഖാമൂലമുള്ള തെളിവുകൾ ആവശ്യപ്പെട്ടു. വാമൊഴിയോ പാരമ്പര്യങ്ങളോ ഓർമ്മകളോ അല്ല, വളരെ ശക്തമായ എഴുതപ്പെട്ട തെളിവുകളാണ് അവർ ആവശ്യപ്പെട്ടത്. നമ്മൾ ആ തെളിവുകൾ സമർപ്പിക്കാൻ പരാജയപ്പെട്ടാൽ നമ്മുടെ ഇന്ത്യയുടെ സ്വന്തം പൈതൃകത്തിന് നമ്മൾ റോയൽറ്റി നൽകേണ്ടി വരും. അങ്ങനെ മഷേൽക്കറുടെ സംഘം ലൈബ്രറികൾ, ആയുർവേദ ഗ്രന്ഥങ്ങൾ, 1953 മങ്ങിയ മെഡിക്കൽ ജേണലുകൾ പോലും അരിച്ചുപെറക്കി. മുറിവുകൾക്ക് മഞ്ഞൾ ഉപയോഗിക്കുന്നതിനെ വിവരിക്കുന്ന 2500 വർഷം പഴക്കമുള്ള ഒരു സംസ്കൃത വാക്യം അവിടെ അവർക്ക് കിട്ടി. 1949 ഇന്ത്യയിലെ ഒരു ചെറിയ ആശുപത്രി നടത്തിയ പഠനത്തിൻ്റെ റിപ്പോർട്ടിലായിരുന്നു ഈ വിവരം രേഖപ്പെടുത്തിയിരുന്നത്. അങ്ങനെ വലിയ പരിശ്രമങ്ങൾക്കൊടുവിൽ മഷിയും കടലാസും കൊണ്ടുള്ള വ്യക്തമായ തെളിവുകൾ ഡോക്ടർ മഷേൽക്കറുടെ സംഘത്തിന് ലഭിച്ചു. 1997 അവർ 32 പേജുള്ള തെളിവുകളുമായി US പേറ്റന്റ് ഓഫീസിലേക്ക് മാർച്ച് ചെയ്തു. അതിൻ്റെ ഫലം, ആ പേറ്റന്റ് റദ്ദാക്കപ്പെട്ടു. അങ്ങനെ ചരിത്രത്തിൽ ആദ്യമായി ഒരു വികസ്വര രാജ്യം ബയോപൈറസി അവകാശവാദത്തെ മറികടന്നു. ഈ വിജയത്തിന് പിന്നിൽ പാരമ്പര്യം പ്രധാനമാണെന്ന് വിശ്വസിച്ചിരുന്ന ഡോക്ടർ മഷേൽക്കറുടെ പ്രയത്നം ആയിരുന്നു. പക്ഷേ പാശ്ചാത്യ നാടിൻ്റെ ഉടായ്പകൾ ഒരു സുഗന്ധവ്യഞ്ജനത്തേക്കാൾ വലുതാണെന്ന് മഷേൽക്കറിന് അറിയാമായിരുന്നു. വേപ്പ്, ബസ്മതി അരി, യോഗാസനങ്ങൾ പോലും വിദേശത്ത് പേറ്റന്റ് നേടിയിരുന്നു. അദ്ദേഹത്തിൻ്റെ വിജയം ഒരു ബ്ലൂ പ്രിൻ്റായി മാറി. 2 ലക്ഷം പരമ്പരാഗത ഔഷധങ്ങളുടെ ഒരു ഡിജിറ്റൽ ലൈബ്രറി ഇന്ത്യ ആരംഭിച്ചു. അവ എന്നേക്കുമായി സംരക്ഷിക്കുന്നു. ഇന്ന് ഒരു അമ്മ തൻ്റെ കുട്ടിയുടെ മുറിവിൽ മഞ്ഞൾ പുരട്ടുമ്പോൾ അവൾ സുഖപ്പെടുത്തുക മാത്രമല്ല ചെയ്യുന്നത്, കോടതി മുറികളിലും ലാബുകളിലും നടന്ന ഒരു യുദ്ധത്തെ അവൾ ആദരിക്കുകയാണ് ചെയ്യുന്നത്. ശാസ്ത്രം ആത്മാവിനെ കണ്ടുമുട്ടുകയും വിജയിക്കുകയും ചെയ്ത ഒരു യുദ്ധം. അതുകൊണ്ട് അടുത്ത തവണ നമ്മൾ മഞ്ഞൾ ഉപയോഗിക്കുമ്പോൾ ഓർക്കുക, അറിവ് വെറും ശക്തിയല്ല, അത് ഓർമ്മയാണ്.
ഭാവി തങ്ങളുടെ സ്വന്തമാണ് എന്ന് അവകാശപ്പെടാൻ തിരക്കുകൂട്ടുന്ന ഒരു ലോകത്ത് ചിലപ്പോൾ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും ധീരമായ കാര്യം ഭൂതകാലത്തെ സംരക്ഷിക്കുക എന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി ഉടൻ തന്നെ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ.